നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് അവിടെ പോയി ഒരു കോഫിയും ഒരു മസാല ദോശയും കഴിച്ചാലോ? ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹായ്. എവിടെ പോവാ? സത്യമായിട്ടും കൊടുത്തിട്ട് വന്നിട്ട് കാണാം കേട്ടോ. എന്താലേ ഇന്ന് പലർക്കും പ്രണയം ആഘോഷിക്കാനുള്ള ദിവസം. പ്രണയമുള്ളവർ ആഘോഷിക്കട്ടെ നീനു. നീ ആരെയും പ്രണയിക്കാത്തോണ്ടല്ലേ? നിന്റെ പഴയ ഹീറോ അവിടെ നിപ്പുണ്ടല്ലോ. എന്റെ പഴയ ഹീറോയോ? ഈശ്വര, ഗോകുലേട്ടനാണല്ലോ. എന്താ ഉദ്ദേശം? എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമല്ലോ. ആകാശ്, ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു. എവിടെയായിരുന്നു? പോവാം. അതെ, ഇപ്പൊ പോയവര് ആകാശ്. അപ്പൊ ജീവൻ രാജിനെ ഇവള് മറന്നു. ഇത്രയുള്ള അനന്തമാഷിന്റെ മകള്.
ഞാൻ വിചാരിച്ചു നീ അവന്റെ കൂടെ പോയെന്ന്. എവിടെന്ന്? ഞാൻ ആ ഗോകുലിന്റെ ഇന്ന് രക്ഷപ്പെടാൻ അവന്റെ ബൈക്കിൽ ചാടി കയറിയതല്ലേ. അവൻ എന്നെ കൊണ്ട് ക്യാമ്പസിലൊന്ന് റൗണ്ട് അടിച്ചു, പിന്നെ ഇവിടെ ഇറക്കി. എന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് എന്റെ ഒപ്പം ജീവൻ രാജ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോ വീണ്ടും അവൻ എന്റെ മനസ്സിലേക്ക് വന്നു. ഞങ്ങൾ കുറെ യാത്ര ചെയ്തു, സന്തോഷം പ്രണയവും പങ്കുവച്ചു. അപ്പോഴേക്കും നീ വന്നെന്നെ തട്ടി വിളിച്ചു. വാ, ഇനി ക്ലാസ്സിലേക്ക് പോവാം നമുക്ക്. അല്ല, നീ ഇപ്പോഴും ജീവൻരാജ് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണോ മഞ്ചാടി? പ്രതീക്ഷിക്കാനും സ്വപ്നം കാണാനും ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ നീനു. വാലന്റൈൻസ് ഡേ നഷ്ടപ്രണയങ്ങൾ ഓർക്കാനുള്ള ദിവസം കൂടിയാ. വാ. അമ്മ ഇന്നലെ ഇവിടെ വന്നിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ? രാത്രി നമ്മൾ വന്നപ്പോ ഉമ്മറത്ത് കണ്ട ഷോൾ അമ്മയുടെ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് അമ്മ ഇപ്പൊ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതെ സത്യേട്ടാ, ഇങ്ങനെ എല്ലാത്തിൽ നിന്നും മുഖം തിരിക്കാൻ നമുക്ക് പറ്റില്ല. അമ്മയ്ക്ക് കോടതി ജാമ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ വന്ന് താമസിക്കാനുള്ള അവകാശവും അമ്മയ്ക്കുണ്ട്. അതൊന്നും ആർക്കും അറിയാത്തതൊന്നും അല്ലല്ലോ പ്രതിഭേ. നമ്മുടെ വിഷയം എന്താ? അമ്മ വന്ന ഏട്ടൻ ഈ വീട് ഉപേക്ഷിച്ച് പോകാൻ പാടില്ല. അതിന് നമ്മൾ അമ്മയെ അവഗണിച്ചേ പറ്റൂ. നമ്മൾ ഇന്നലെ അവഗണിച്ചപ്പോ അമ്മ ഏട്ടനെ അന്വേഷിച്ച് പോയി കാണുന്നാണോ സത്യേട്ടൻ വിചാരിക്കുന്നത്? അതിനെന്തായാലും സാധ്യതയില്ല സത്യ. അമ്മയേട്ടനെ തിരക്കി പോയിരുന്നെങ്കിൽ ഉറപ്പായും ഇന്ദിരേട്ടൻ അമ്മയുമായി ഇങ്ങോട്ട് വരേണ്ടതാ. ഇതുവരെ അതുണ്ടാവാത്ത സ്ഥിതിക്ക് നമ്മളെന്തായാലും അമ്മ എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കണം. അല്ല, പുറത്തു വെച്ച അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുകൊണ്ടാണെന്ന് എല്ലാവരും പറയും. അതെ സത്യേട്ട, ഏട്ടന് ഇപ്പൊ തന്നെ ഇന്ദ്രേട്ടനെ വിളിച്ച് കാര്യം പറ. അമ്മയെക്കുറിച്ച് വിവരമൊന്നും ഇല്ലെന്ന് അറിയുമ്പോ ഏട്ടൻ അമ്മയോടുള്ള സ്നേഹം താനേ പുറത്തു വരും. ഏട്ടൻ തന്നെ അമ്മയെ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യും. രണ്ടുപേരും ഒരുമിച്ച് കിട്ടിയ അവര് തമ്മിലുള്ള പ്രശ്നം എങ്ങനെയും പറഞ്ഞ് തീർക്കുകയും ചെയ്യാം. എന്തായാലും ഇന്ദിരേട്ടനെ വിളിച്ച് കാര്യം പറ സത്യ. അതെന്തായാലും നല്ലതാ.